ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് എൻ്റെ കാലൊടിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇന്ന് സൺഡേ ആണ്, ഹാപ്പി റിപ്പബ്ലിക് ഡേ. രാവിലത്തെ നേരം കാലൊടിഞ്ഞ എൻ്റെ രാവിലത്തെ നേരം എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് നോക്കാം. ഇപ്പം 3 ആഴ്ചയായി പ്ലാസ്റ്റർ ഇട്ടിട്ട്, ഇനി 3 ആഴ്ചയും കൂടി ഉണ്ട്. കാലിൻ്റെ അവസ്ഥ വളരെ കാണാതെ ബാക്ക് ക്യാമറ ആക്കിയിട്ട് കാണിക്കാം. കാലിൻ്റെ ഇതുമൊരു തുണി കെട്ടിക്കുന്നത് എന്താണെന്നറിയോ? ചളി ആയിക്കഴിഞ്ഞാൽ ഡോക്ടർ ചീത്ത പറയും, അതുകൊണ്ടാണ് തുണി കെട്ടിക്കുന്നത്. പിന്നെ ആകെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ചെയ്യാത്ത നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും, അലങ്കോലം. മഹാലക്ഷ്മി, ചേട്ടൻ അടിച്ചു വരുന്നതിനെ പറ്റിയിട്ട് നിന്റെ അഭിപ്രായം പറയൂ. പറയൂ. അമ്മയുടെ കാലൊടിഞ്ഞു വാവുകയാണെന്ന് പറയൂ എല്ലാരോടും. പറഞ്ഞേ, അമ്മയുടെ കാലില് വാവുകയാണെന്ന് പറഞ്ഞേ. എങ്ങനെയാണ് കാലൊടിഞ്ഞെന്ന് പറഞ്ഞേ മഹാലക്ഷ്മി? അമ്മ എവിടെയാ വീണെന്ന് പറഞ്ഞേ? പറ, എവിടെയാ അമ്മ വീണേ? മഹാലക്ഷ്മി, മിഠായി കഴിക്കാണോ? അമ്മയ്ക്ക് തരുമോ? മഹാലക്ഷ്മിയുടെ ചേട്ടനാണ് അടിച്ചു വാരണത്, കറി വെക്കണത്, തുടയ്ക്കണത്. കറി വെക്കുന്നത് അച്ഛൻ. മിഠായി അമ്മയ്ക്ക. മഹാലക്ഷ്മി ഒരു പാട്ട് പാടിയാ. വാവ് ഒഴിഞ്ഞു തരുമോ? ഇല്ല. അമ്മേനെ ഇട്ടല്ല? അമ്മേനെ ഇട്ടുണ്ടാ? ഒരു ഉമ്മ തരുമോ? മിഠായി തിന്നിയ രാവിലെ തന്നെ? അയ്യേ, സൗസർ ഇട്ടിട്ടില്ല, ജഡിട്ടിട്ടില്ല. ബൊമ്മയുടെ കണ്ണ് ഗൗതു പൊട്ടിച്ച സങ്കടം അല്ലേ? കണ്ണെവിടെ? കണ്ണ് വായിലിടാൻ പാടില്ല. വെക്കി. കണ്ണ് ആരാ പൊട്ടിച്ച് പറ. ഗൗതുവിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? മഹാലക്ഷ്മി ഒരു പാട്ട് പാടും കേട്ടോ. പാട്ട് പാടിയേ. കാലൊടിഞ്ഞ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാണ് ഗൈസ്, ഇങ്ങനെ ഇരിക്കാണ് ഗൈസ് അല്ലേ? കാറ്റല്ല, പാട്ട് പാടും മഹാലക്ഷ്മി. പാട്ട് പാടിയേ. ഏത് പാട്ടാ പാടുക? ഞാനാണല്ലോ പാട്ട്. അമ്മയ്ക്ക് ജലദോഷം പിടിച്ചു. ആരാ തുടക്കണേ? കൗശിയെ തുടക്കണേ ആണോ? നന്നായി തുടക്കാൻ പറ കൗശിയോട്. നല്ല മുക്കും മൂലയൊക്കെ ചേർത്ത് തുടക്കാൻ പറ. ചളിയൊക്കെ നന്നായി പോണെന്ന് പറ, അല്ലെങ്കിൽ അടി കിട്ടും എന്ന് പറ. ഹലോ, അപ്പൊ നമുക്ക് ഇപ്പി കഴിക്കാം. മഹാലക്ഷ്മി ഉണ്ടോ ഇപ്പി കഴിക്കാൻ പോവാന്? മഹാലക്ഷ്മി ഒക്കെ തന്നെ കഴിക്കും അല്ലേ? മഹാലക്ഷ്മി എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട് പറ. ഇപ്പി സോസ് ഉണ്ട്, സോസ് ഇത്ര വേണ്ട, കൊറേ ഉണ്ട് ഇതില്. അമ്മയ്ക്ക് വേണ്ട, കുട്ടിയെടുത്തോ. അമ്മടെ ഉണ്ട്. ആരാ ഇപ്പി ഉണ്ടാക്കി തന്നേ? ആരാ ഉണ്ടാക്കി തന്നേ കുട്ടിക്ക്? പറയോ, ആരാ ഉണ്ടാക്കി തന്നേ? ചേട്ടനാ? നീ വീട്ടില്ലേ മേടിക്കണ്ട. ആരാ ഉണ്ടാക്കി തന്നു പറ. കൊച്ചി ചേട്ടൻ പറഞ്ഞ. ചേട്ടൻ പറഞ്ഞേ. മസാല പിടിച്ച കാരനാണ്
ടേസ്റ്റ് ഇത്ര ടേസ്റ്റ് അല്ല, ടേസ്റ്റ് ഇല്ലാത്ത മസാലയുടെ കുത്ത്. ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വായിപ്പിക്കണം. എനിക്ക് മതി. വീഡിയോ പിടിക്കുന്നുട്ടോ ഞാൻ. അതൊക്കെ അതിൽ വരും. അതല്ല അവിടെ വെക്കാൻ പറയുന്നത്. എന്തൊരു സ്വഭാവല്ലേ. അത് കോഴി ചിക്കി മാന്തണ പോലെ ചിക്കി മാന്തണം ഇപ്പി. അങ്ങനെ സമയമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചോറിന് വേറെ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചോറ് കഴിച്ചില്ല. ഒരു നേന്ത്രപ്പഴം കഴിച്ചു. പിന്നെ എനിക്ക് എന്താ പറയുക ചോറ് കഴിക്കാത്തതുകൊണ്ട് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു കുക്കുംബർ കഴിച്ചു. ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കഴിച്ചത്. നമ്മുടെ ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് കഴിക്കാൻ നല്ല ടേസ്റ്റാവും. അവിടെ സൗണ്ട് പിന്നീട് കൊടുക്കാൻ മടിയായതുകൊണ്ട് അപ്പം തന്നെ പറയായിരുന്നു. പക്ഷെ അത് ശരിയായില്ല. അപ്പോൾ ഇവിടെ മാത്രം എനിക്ക് വീണ്ടും സൗണ്ട് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ കുക്കുംബർ ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ചോറ് കഴിക്കണ ആ ഒരു സുഖം നമുക്ക് എന്ത് കഴിച്ചാലും കിട്ടത്തില്ല. അങ്ങനെ പക്ഷെ എന്ത് ചെയ്യും. ഇനിയിപ്പോൾ രാത്രിക്ക് എന്തെങ്കിലും മുട്ട പൊരിക്കുക എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ട് ചെയ്യണം. അപ്പം ഞാൻ കുറേ പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. മുഖത്ത് വെറുതെ ഇരിക്കല്ലേ. അപ്പം ഞാൻ പാക്ക് ഇട്ടു. നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങളാണ്. പിന്നെ എല്ലാവരും കണ്ണിൻ്റെ ചുറ്റോറൊന്നും പാക്ക് ഇടില്ല. പക്ഷെ ഞാൻ ഇടുന്നത് എൻ്റെ കണ്ണിൻ്റെ ചുറ്റോറും ഭയങ്കര ഡാർക്ക്നെസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇടും. പിന്നെ ഈ പാക്ക് ഞാൻ കുറേ നാളായിട്ട് ഇട്ട് ഇതൊക്കെ ഞാൻ ഇടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അപ്പോഴാണ് എനിക്ക് കാലിന് ഇങ്ങനെ പണി കിട്ടിയത്. ഭയങ്കര റിസൾട്ടുള്ളൊരു പാക്കാട്ടോ അത്. ഞാൻ പിന്നീട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. കാലൊക്കെ റെഡി ആയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ജലദോഷം പിടിച്ചു. പിന്നെ പാക്കിട്ട് കഴിഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷേ ഞാൻ സംസാരിച്ച് ഇത് പിന്നെ അങ്ങനെ പോയി. വേറെന്താ. പിന്നെ വീഡിയോ എത്രത്തോണ്ട് ഇനി നീട്ടിക്കൊണ്ട് പോകുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യും. ചില ഭാഗങ്ങളൊന്നും നമ്മളിങ്ങനെ ഡെയിലി എടുക്കാത്തതുകൊണ്ട് മറന്നു പോവും. അങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ കഴുകി കളയണം. നമ്മുടെ വീട്ടിലുള്ള കറ്റാർ വാഴ, കടലപ്പൊടി, അങ്ങനെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പാക്കാണ്. പിന്നെ ഇനി ഇത് കഴുകി ഉണങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് കഴുകി കളയണം. അതാണ് ചെയ്യുക. ഇങ്ങനെ ഏത് നേരം ഇരിപ്പല്ല പണി. മേലൊക്കെ അതിൻ്റെ പാക്കിട്ടതിൻ്റെ ആയി. അപ്പോൾ ഈ ഒരു കഷ്ണം മാത്രം ഞാൻ സൗണ്ട് പിന്നീട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുക ചെയ്തത്. അവിടെ എന്തോ പ്രശ്നം. എനിക്ക് എഡിറ്റ് ചെയ്തുമ്പോൾ സൗണ്ട് കൊടുക്കാനൊക്കെ ഭയങ്കര മടിയായി കൊണ്ട് അപ്പം തന്നെ ഞാൻ സൗണ്ട് കൊടുക്കുക ചെയ്യാറ്. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ മിസ്റ്റേക്ക് വന്നതെന്നറിയില്ല. അപ്പോൾ അതാണ് ഉണ്ടായത്. കാലിൽ ചളിയാവാണ്ടിരിക്കാനാണ് ഇത് കെട്ടിക്കുന്നത്. കാലിലല്ല, പ്ലാസ്റ്ററിൽ ചളിയായി കഴിഞ്ഞാൽ ഡോക്ടർ ചീത്ത പറയും. അപ്പോൾ നമ്മൾ കുറച്ച് ശേഷമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ചളിയാവില്ലേ, എന്നാലും ചളിയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ തുണി കെട്ടിക്കുന്നത്. ഇവിടെയൊക്കെ പിന്നെ നമ്മുടെ ഡ്രസ്സുള്ള കാരണം അത്രയ്ക്കൊന്നും ചളിയാവില്ല. ഇനി നമ്മൾ കവറൊക്കെ കെട്ടിയിട്ട് നമ്മൾ കുളിക്കാം. സെറ്റപ്പാക്കാം കെട്ടിയിട്ട്, അല്ലെങ്കിൽ നനയും. ഓക്കെ. അപ്പോൾ നോക്കി നമ്മൾ അടിപൊളിയായിട്ട് കാലിനെ കെട്ടിക്കൂട്ടി സേഫായിട്ട് വെച്ച് ഇനി നമുക്ക് കുളിച്ചിട്ട് വരാം. അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞു ഗൈസ്. കുളി കഴിഞ്ഞ് വന്നു. എൻ്റെ കാലിൽ ഞാൻ നനയാതിരിക്കാൻ എന്തോരം പ്രൊട്ടക്ഷനാണെന്നറിയോ? കഞ്ചരാവേ കേട്ടാ. ഒരു ചുരിദാറിൻ്റെ പാൻറ്റ് എവിടെ തയ്ക്കാൻ അറിയുന്നു. ഈശ്വര, എവിടെ കെട്ടിക്കുട്ടി വെച്ചു? ഒരു വീഡിയോ ഉണ്ടല്ലോ. എവിടെ പൂച്ചി? ഒരു ചുരിദാറിൻ്റെ പാൻറ്റ്, പിന്നെ പിന്നെ പ്ലാസ്റ്റിക് കവർ, അതൊക്കെ നമുക്ക് അയക്കാം. കുറേ പ്രൊട്ടക്ഷൻസ് ഒക്കെ നമുക്ക് അയച്ചു കളയാം. കണ്ടല്ലേ,
എന്താണ് സേഫ്റ്റി അല്ലേ. ഇത് നമുക്ക് എടുത്ത് വെക്കാം, നാളേക്ക് ഉപകരിക്കും. ഓക്കെ, അങ്ങനെ കുളി കഴിഞ്ഞ് മോളിത് അവിടെ ചേട്ടന്മാരുടെ കൂടെ പുറത്തേക്ക് കളിക്കാൻ പോയി. അങ്ങനെ കാണിച്ചരാ, അവിടെയാണ് കളിക്കാറ്, അവിടെ ഒന്നും കാണാനില്ല, എവിടെ പോയിന്നറിയില്ല. ചേട്ടന്മാരുണ്ടാവും. പാടം പൂത്ത കാലം. എത്ര ദിവസമായി പറയാം, നെല്ലാവാറായി തോന്നണു. എത്ര ദിവസമായി പോയിട്ട് പുറത്തിറങ്ങിയിട്ട്. എവിടെ മഹാലക്ഷ്മി, അതാ അപ്പുറത്തുണ്ട് മഹാലക്ഷ്മി കാണണ്ട, അവിടെ ഉണ്ട് ആള്. അവിടെ ആരാ കളിക്കുക, അച്ചാച്ചുണ്ട്, ചേട്ടണ്ട്, അപ്പുറത്തെ വീണു തോന്നണു, മണ്ണ് തട്ടുണ്ട്. അവൾക്കിങ്ങനെ പുറത്തിറങ്ങാതിരിക്കുമ്പോ ദേഷ്യം വരിക. മഹാലക്ഷ്മി, ഹായ്. കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ വന്നിരിക്കുകയാണ്. അതന്നെ എൻ്റെ ഇപ്പോഴത്തെ പണി, ഇരിക്കുക, കിടക്കുക. അപ്പം എന്താ, ഇനി രാത്രിയിലേക്കൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ, അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ടാറ്റ ബൈ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. Thank you. Thanks for watching. Bye.